ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷെഫീത. ടാലിയിൽ എങ്ങനെയാണ് പർച്ചേസ് എൻട്രിയും പർച്ചേസ് റിട്ടേൺ എൻട്രിയും റെക്കോർഡ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൗച്ചേഴ്സിൻ്റെ ഒരു ഭാഗം ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് പർച്ചേസ് എൻട്രിയും റിട്ടേൺ എൻട്രിയും റെക്കോർഡ് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ ഞാൻ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോയിൽ ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിംഗ് വൗച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും F8 സെയിൽസ് വൗച്ചർ, F9 പർച്ചേസ് വൗച്ചർ. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് വൗച്ചേഴ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് ഒരു കോളം തന്നിട്ടുണ്ടല്ലേ, വൗച്ചർ ടൈപ്പ്, ഷോർട്ട് കീ, ഡീറ്റെയിൽസ് ആണ്. ഫസ്റ്റത്തെ വൗച്ചർ ഏതാണ്? പർച്ചേസ് വൗച്ചറാണ്. അതിൻ്റെ ഷോർട്ട് കീ F9. അതിൽ വരുന്ന ഡീറ്റെയിൽസ് ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. അതായത് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് പർച്ചേസ് വൗച്ചറിലാണ്. രണ്ടാമത്തത് ഡെബിറ്റ് നോട്ട് വൗച്ചറാണ്. അതിൻ്റെ ഷോർട്ട് കീ Ctrl+F9. അതെന്താണ്? പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് നോട്ട് വൗച്ചറിലാണ്. ഇനി നമുക്ക് ട്രാൻസാക്ഷൻസ് നോക്കാം. ഒന്നാമത്തത് എന്താണ്? ക്വസ്റ്റ്യൻ പർച്ചേസ് ഗുഡ്സ് ഫ്രം മോഹൻ ആൻഡ് കമ്പനി RS 50,000 തന്നിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ മോഹൻ ആൻഡ് കമ്പനിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇത് ഏത് വൗച്ചറിലാണ് ചെയ്യുക? പർച്ചേസ് വൗച്ചറിലാണ് നമുക്ക് ഈ ഒരു എൻട്രീനെ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടാലി ഓപ്പൺ ചെയ്യാം. F9 പർച്ചേസ് വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ ഫസ്റ്റ് നമ്മളോട് സപ്ലയർ ഇൻവോയ്സ് നമ്പർ ആണ് ചോദിക്കുന്നത്. ബിൽ നമ്പർ ആണ്. ഞാൻ അവിടെ ബിൽ നമ്പർ 001 എന്ന് കൊടുത്തു. പിന്നെ ഡേറ്റ് ആണല്ലേ, നമ്മളെ വൗച്ചറിൻ്റെ ഡേറ്റ് ഏതാണോ കൊടുത്തിട്ടുള്ളത് ആ സെയിം ഡേറ്റ് തന്നെയാണ് ഇവിടെ ഡേറ്റ് ആയിട്ട് കാണിക്കുക. എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കണം. നമ്മുടെ എൻട്രി എന്താ വരുന്നത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഹൻ ആൻഡ് കമ്പനി എന്നാണ്. അപ്പോൾ നമുക്കിവിടെ മോഹൻ ആൻഡ് കമ്പനീനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് Alt+C കൊടുക്കുക. നെയിമിൻ്റെ അവിടെ മോഹൻ ആൻഡ് കമ്പനിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുക. അണ്ടർ ആണ്, ഗ്രൂപ്പാണ്. മോഹൻ ആൻഡ് കമ്പനി എന്താ വരിക? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് കൊടുക്കുക. എൻ്റർക്ക് യൂസ് ചെയ്യുക. പിന്നെ അവരെ കൺട്രി, സ്റ്റേറ്റ്, പിൻകോഡ്, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കുക. എൻ്റർ ചെയ്യുക. എമൗണ്ട് നമ്മൾ 50,000 രൂപക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റിൽ 50,000 എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ കണ്ടോ, ന്യൂ റെഫറൻസ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ടല്ലേ, മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ. അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻവോയ്സ് നമ്പർ അവിടെ വന്നിട്ടുണ്ട്. എൻ്റർക്ക് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഡെപ്റ്റർ ആണ് കൊടുക്കേണ്ടത്. പർച്ചേസ് അക്കൗണ്ടിന് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നെയിമിൻ്റെ അവിടെ പർച്ചേസ് എന്ന് കൊടുക്കുക. അതിൻ്റെ അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആണ്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ അണ്ടർ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. പർച്ചേസ് അക്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഡെബിറ്റിൽ അവിടെ എമൗണ്ട് വന്നിട്ടുണ്ട്. എൻ്റർക്ക് യൂസ് ചെയ്യുക. നരേഷൻ നമുക്ക് ട്രാൻസാക്ഷൻ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. എസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പർച്ചേസ് വൗച്ചർ ചെയ്തു. പർച്ചേസ് ട്രാൻസാക്ഷൻസ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്തത് റിട്ടേൺ ഗുഡ്സ് ടു മോഹൻ ആൻഡ് കമ്പനി RS 5,000. മോഹൻ ആൻഡ് കമ്പനിക്ക് 5,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. അപ്പോൾ റിട്ടേൺ ചെയ്യേണ്ടത് ഏതാ വൗച്ചർ? ഡെബിറ്റ് നോട്ട് വൗച്ചറാണ്. പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ ഡെബിറ്റ് നോട്ട് വൗച്ചറിലാണ് ചെയ്യുക. പക്ഷെ നമുക്കിവിടെ ഡെബിറ്റ് നോട്ട് ഇനേബിൾ അല്ല. കണ്ടോ, റൈറ്റ് സൈഡിൽ ഇനേബിൾ അല്ല, ഡിസേബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചർ കൊടുക്കണം. ഫീച്ചർ കിടക്കുന്നത് F11ലാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, F11 പ്രസ് ചെയ്തപ്പോൾ ഫീച്ചർ വന്നിട്ടുണ്ട്. അക്കൗണ്ടിങ് ഫീച്ചറാണ്. അതിൽ തന്നെ F1 ഉണ്ട്, F2 ഉണ്ട്, F3 ഉണ്ട്. നമുക്കിവിടെ F1 അക്കൗണ്ടിങ് ഫീച്ചറാണ് ആവശ്യമുള്ളത്. അതിൽ തന്നെ ഫീച്ചർ റൈറ്റ് സൈഡിലായിട്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്സ് എന്ന ഫീച്ചർ കാണാം. അത് S ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ, ഇനേബിൾ ആയി. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇനേബിൾ ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഷോർട്ട് കീ കൊടുക്കുക. Ctrl+F9 ആണ് ഡെബിറ്റ് നോട്ട് വൗച്ചറിൻ്റെ ഷോർട്ട് കീ. അപ്പോൾ Ctrl+F9 എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെബിറ്റ് നോട്ട് വൗച്ചർ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ ആണ് ചോദിക്കുന്നത്. നമുക്ക് പർച്ചേസ് ചെയ്ത ബിൽ നമ്പർ തന്നെ കൊടുക്കാം, 001. നെക്സ്റ്റ് ഡേറ്റ് ആണ്. ഡേറ്റ് നമ്മളെ വൗച്ചറിൻ്റെ ഡേറ്റ് വരും. ഇനി എൻട്രി നമുക്ക് റെക്കോർഡ് ചെയ്യണം. നമ്മുടെ എൻട്രി എന്താ വരിക? മോഹൻ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പോൾ അവിടെ മോഹൻ ആൻഡ് കമ്പനി ഓൾറെഡി ഉണ്ട്. സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എമൗണ്ട് കൊടുക്കുക. 5,000 രൂപയുടെ ഗുഡ്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. 5,000 എന്ന എമൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാം എഗെയിൻസ്റ്റ് റെഫറൻസ് എന്ന് വരും. റെഫറൻസ് നമ്പറൊക്കെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. നെക്സ്റ്റ് നമുക്ക് ക്രെഡിറ്റിൽ പർച്ചേസ് റിട്ടേൺ എന്ന അക്കൗണ്ടിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെയിമിൻ്റെ അവിടെ പർച്ചേസ് റിട്ടേൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ അണ്ടറും വരുന്നത് പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ് കേട്ടോ. മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പർച്ചേസ് അക്കൗണ്ടിൽ തന്നെ കൊടുക്കുക. ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നരേഷൻ നമുക്ക് ട്രാൻസാക്ഷൻ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആക്സെപ്റ്റിൽ S കൊടുക്കുക.
അപ്പോൾ നമ്മളിവിടെ പർച്ചേസ് റിട്ടേൺ എൻട്രി റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. അതിൽ മൂന്നാമത്തത് അല്ലേ, പെയ്ഡ് ക്യാഷ് ടു മോഹൻ ആൻഡ് കമ്പനി ആൻഡ് സെറ്റിൽ ദെയർ അക്കൗണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് എ ഡിസ്കൗണ്ട് ഓഫ് RS 1000 തന്നിട്ടുണ്ട്. അതായത് നമ്മൾ അയാൾക്ക് എന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്ത എമൗണ്ട് പേ ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കൗണ്ടിനെ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഡിസ്കൗണ്ടും കൂടി നമ്മുടെ എൻട്രിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ പേയ്മെൻറ്റ് വൗച്ചറാണ് സെലക്ട് ചെയ്യേണ്ടത്. പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റിൽ ഫസ്റ്റ് ഡെബിറ്റ് മോഹൻ ആൻഡ് കമ്പനീന് കൊടുത്തു. അയാളെ കറണ്ട് ബാലൻസ് കണ്ടോ, താഴെ കാണിക്കുന്നുണ്ട് 45,000. 50,000 നമ്മൾ 5,000 റിട്ടേൺ ചെയ്തു. ബാക്കിനി 45,000 ആണ് കൊടുക്കാനുള്ളത്. ആ എമൗണ്ട് ഡെബിറ്റിൽ കൊടുക്കുക. ഇവിടെ അഗെയിൻസ്റ്റ് റെഫറൻസ് വന്നിട്ടുണ്ട്, എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്രെഡിറ്റിൽ ഡിസ്കൗണ്ടിന് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. Alt C കൊടുക്കുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് അക്കൗണ്ട് കൊടുക്കേണ്ടത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഗ്രൂപ്പ് വരുന്നത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അപ്പോൾ അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് എമൗണ്ട് മാറ്റി കൊടുക്കണം. നമുക്ക് 1000 രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുള്ളതിൽ. അപ്പോൾ 1000 എമൗണ്ട് ആക്കി കൊടുക്കണം. എന്നിട്ട് എൻ്റർ ചെയ്യും. താഴെ വീണ്ടും ക്രെഡിറ്റിൽ ചെക്കാണ് കൊടുക്കണമെങ്കിൽ ബാങ്കിന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ എമൗണ്ട്, ബാക്കി എമൗണ്ട് വന്നിട്ടുണ്ടായിരിക്കും. എൻ്റർ ചെയ്യുക. ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ചെക്ക് നമ്പർ കൊടുക്കാനുള്ള സ്പേസ് ആണ്. നമുക്ക് അവിടെ ചെക്ക് നമ്പർ എത്രയാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കീ യൂസ് ചെയ്യുക. നരേഷൻ നമ്മൾ ട്രാൻസാക്ഷൻ കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പർച്ചേസും ചെയ്തു, റിട്ടേണും ചെയ്തു, പേയ്മെൻറ്റും ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ട്രാൻസാക്ഷനും കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് RS 10,000 തന്നിട്ടുണ്ട്. ക്യാഷിന് പർച്ചേസ് ചെയ്യാണ് ഗുഡ്സ്. ക്യാഷ് പർച്ചേസും നമ്മൾ ഏതിൽ തന്നെയാണ് ചെയ്യുക, പർച്ചേസ് വൗച്ചറിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇനി അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പർച്ചേസ് വൗച്ചർ F9 പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്തു. ഇൻവോയ്സ് നമ്പർ നമുക്ക് കൊടുക്കാം. 002 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് അവിടെ വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ആണ് കൊടുക്കേണ്ടത്. ക്രെഡിറ്റ് എന്താണ് വരിക, ക്യാഷ് ആണല്ലേ. ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നത്. ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുത്തു. എമൗണ്ട് ക്രെഡിറ്റിൽ നമുക്ക് 10,000 എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബൈ പർച്ചേസ് അക്കൗണ്ട് ആണ്. പർച്ചേസ് അക്കൗണ്ടിനെ സെലക്ട് ചെയ്തു. നരേഷൻ നമുക്ക് ട്രാൻസാക്ഷൻ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാഷ് പർച്ചേസും റെക്കോർഡ് ചെയ്തു. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ ചെയ്തിട്ടുള്ള പർച്ചേസിൻ്റെയും റിട്ടേണിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഡിസ്പ്ലേയിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം. ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും ഡേ ബുക്ക്. ഡേ ബുക്കിൽ കാണാം പർച്ചേസ് ചെയ്തതും പർച്ചേസ് റിട്ടേൺ ചെയ്തതും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. ഇവിടെ തന്നെ നമുക്ക് വൗച്ചർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഇനി നമുക്ക് പർച്ചേസ് മാത്രമേ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എസ്കേപ്പ് അടിച്ചിട്ട് അക്കൗണ്ട്സ് ബുക്ക് എന്ന ഓപ്ഷന് കാണാം. ഡിസ്പ്ലേയിൽ തന്നെ അക്കൗണ്ട്സ് ബുക്ക്. അതിൽ പർച്ചേസ് രജിസ്റ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത എൻട്രിയുടെ ഡേറ്റ് അവിടെ കാണാം. ഡേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്യാഷ് പർച്ചേസും ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഇനി സെയിൽസ് റിട്ടേൺ, സെയിൽസ് എമൗണ്ട്, റിസീവ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പാർട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.